നമ്മുടെ പാപങ്ങളും ശാപങ്ങളും ബന്ധനങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറുവാൻ വേണ്ട എന്നേക്കുമായുള്ള ഏക ബലി കർത്താവായ യേശു ക്രിസ്തു കാൽവരി മലമുകളിൽ അർപ്പിച്ചു കഴിഞ്ഞു. അവനത് അർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. എന്നാൽ ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അവനാകട്ടെ, യേശുവാകട്ടെ, പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. എന്റെ കൂടെ ഇങ്ങനെ പറഞ്ഞേ, അവനാകട്ടെ, യേശുവാകട്ടെ, പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി. പാപങ്ങൾക്ക് വേണ്ടിയുള്ള എന്നേക്കുമായുള്ള ഏകബലിയാണ് കാൽവരി മലമുകളിൽ കർത്താവ് അർപ്പിച്ചത്. അതിന് തുറന്ന് പറഞ്ഞ്, പാപങ്ങൾക്ക് വേണ്ടിയുള്ള, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള, എന്റെ ശാപങ്ങൾ മാറുന്നതിന് വേണ്ടിയുള്ള, എന്റെ ബന്ധനങ്ങൾ അഴിയുന്നതിന് വേണ്ടിയുള്ള, എന്റെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയുള്ള എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അപ്പം ഇത് അർപ്പിച്ചു കഴിഞ്ഞു. ഇത് വിശ്വസിക്കണം. നമ്മൾ ഒന്ന് വിശ്വസിച്ചേ. ഇങ്ങനെ പറഞ്ഞ്, എന്റെ യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു. കർത്താവിന്റെ ആ അസ്ഥി നുറുങ്ങിയപ്പോൾ, അസ്ഥി പൊടിഞ്ഞപ്പോൾ, തകർക്കപ്പെട്ടപ്പോൾ, അതിദാരുണമായ പീഡാസഹനത്തിലൂടെ കർത്താവ് കടന്നുപോയപ്പോൾ നമുക്കൊക്കെ ഒരു ചെറിയ നമ്മുടെ കാലൊന്നും എവിടെയെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാലുള്ള വേദന നമുക്കറിയാം അല്ലേ? നമുക്ക് ഒരു അടി കിട്ടിക്കഴിഞ്ഞാലുള്ള വേദന അറിയാമല്ലോ. സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് അടിയൊക്കെ കിട്ടിയിട്ടില്ലേ? ഞാനൊക്കെ പഠിച്ച സമയത്ത് ഇഷ്ടം പോലെ ടീച്ചർമാര് തല്ലുമായിരുന്നു. ഇന്ന് പിള്ളേരെ തല്ലാൻ പറ്റത്തില്ല, പക്ഷെ അന്നൊക്കെ തല്ലുമായിരുന്നു. ഹോംവർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ചൂരൽ കൊണ്ട് അടി കിട്ടും. അപ്പം ചിലപ്പോൾ ഈ അടി കിട്ടുന്ന സമയത്ത് ഈ ചൂരലിന്റെ അറ്റം നമ്മളെ കൈ വലിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കൈയുടെ അറ്റത്തിലായിരിക്കും ഈ അടി കിട്ടുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ്സിൽ അതിന്റെ ആ ഒരു ചുമല, ആ തടിപ്പും ആ വേദനയും ആ മുറിവും ഒക്കെ, മുറിവില്ല, നമുക്ക് ആ കയ്യിൽ ആ വേദനയുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പം അമ്മയൊക്കെ ചോദിക്കും, ഇതനാടാ കയ്യിൽ ഈ പാണ്ട് പോലെ കിടക്കുന്നത്. അപ്പൊ ഞാൻ പറയും, അമ്മ അടി കിട്ടി അല്ലേ, ഹോംവർക്ക് ചെയ്തില്ലല്ലേ. അപ്പൊ അത് ആ ഒരു വേദന ചിലപ്പം കിട്ടുന്ന അടി പോലെ ഇരിക്കും. ചിലപ്പോൾ അത് കുറച്ച് ദിവസം അല്ല, ഒന്ന് രണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ നിന്നിരിക്കും. യേശു കർത്താവ്, നമ്മുടെ കർത്താവായ യേശു കടന്നുപോയ ആ വേദനയെക്കുറിച്ച് ഓർത്ത് നോക്കിക്കേ. 40 അടികൾ, 40 അടി ചാട്ടവാറുകൊണ്ട്. ചാട്ടവാറിന് കർത്താവിന്റെ മേൽ കർത്താവിന് ഏറ്റ ക്ഷതമാണ്. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സിനിമയ്ക്കകത്ത് നമ്മൾ ആ ഒരു രംഗം നമുക്കത് ടി വിയിൽ അത് കണ്ടോണ്ടിരിക്കും. ഞാനന്ന് സിനിമ റിലീസായ സമയത്ത് പണ്ട് തിയേറ്ററിൽ പോയി കണ്ടോ, നമുക്ക് കണ്ടോണ്ടിരിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. അതുപോലെ ഭീകരമായ ഒരു അവസ്ഥ, സീനാണത്. അങ്ങനെ ചാട്ടവാറിനൊക്കെ ഏൽക്കുന്ന ആ അടി, ആ ക്ഷതങ്ങൾ, കുരിശിൽ മണിക്കൂറുകൾ കർത്താവ് കിടക്കുവാണ്. അപ്പം നമുക്ക് ഈ കൈ ഒന്ന് ഈ സ്ട്രെച്ച് ചെയ്തൊന്ന് വിരിച്ചു പിടിക്കുമ്പോഴേ, ഒരു 5 മിനിറ്റ് വിരിച്ചു പിടിക്കുമ്പോൾ നമ്മുടെ കൈക്ക് പറ്റുന്നത്, നമ്മുടെ കൈ വേദന കാരണം നമ്മൾ താഴോട്ട് താത്തിയും കഴിയും. കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞാൽ ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ കൈ താത്തും, കാരണം ആ ബുദ്ധിമുട്ടാണ്. പക്ഷെ മണിക്കൂറുകൾ യേശു ക്രൂശിൽ കൈ വിരിച്ചു പിടിച്ച്, പരിപൂർണ ദൈവമാണ്, പരിപൂർണ മനുഷ്യനായ യേശു കടന്നു വന്നു. അപ്പം മണിക്കൂറുകൾ കുരിശിൽ അങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ആ സഹനങ്ങളും കർത്താവിന്റെ ആ വേദനയും, കർത്താവിന്റെ അസ്ഥിയൊക്കെ ഒടിഞ്ഞു. കർത്താവിന്റെ ഈവൻ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെ കുരിശിലേക്ക് ആണികൊണ്ട് ആ ഒരു കൈ വലിച്ച്, ഒരു കൈ ആണി അടിച്ചു, മറ്റേ കൈയിലോട്ട് കൂടെ ആണി അടിക്കാൻ വേണ്ടി ആ കൈ വലിക്കുമ്പോൾ ഈ ഒരൊക്കെ തോളലൊക്കെ ഒടിഞ്ഞ് ആ കൈയും കാലും എല്ലാം എൻറ്റയർ സ്കെൽട്ടൻ ബോൺ മുഴുവൻ അടിച്ച് തകർത്ത് ഒടിച്ച് അസ്ഥികളൊക്കെ പൊടിഞ്ഞു നുറുങ്ങി. അതുപോലത്തെ ഭീകരമായ അവസ്ഥയിലാണ് യേശു ക്രൂശിൽ ബലിയായിത്തീരുന്നത്. ആ ബലിയെക്കുറിച്ചാണ് ബൈബിളിൽ പറയുന്നത്. അവൻ എന്നേക്കുമായി, ഹല്ലേലൂയ, അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അപ്പോൾ ആ ബലിക്കകത്ത് നിന്റെ ശാപം ബ്രേക്ക് ആയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ യേശു കടന്നുപോയ ആ വേദന നിറഞ്ഞ ആ പരിഹാര ബലിയുടെ സമയത്ത് നിന്റെ ബന്ധനങ്ങൾ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഹല്ലേലൂയ. അതായത് ഇന്ന്
നമുക്കൊരു തടസ്സം ഫീൽ ചെയ്യുക ഇന്നത്തെ ദിവസം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി മേഖലകളിൽ, നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേല്, നിങ്ങളുടെ ജീവിതത്തിലെ നമുക്കൊക്കെ ലൈഫിൽ മുമ്പോട്ട് പോകുമ്പോൾ ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ, തടസ്സങ്ങളും ബന്ധനങ്ങളും ശാപങ്ങളും ഒക്കെ വേട്ടയാടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഹെവൻലി ഫാദർ ഈസ് ആസ്കിങ് യു ടു ബ്രിങ് ദാറ്റ് ടു ദ ക്രോസ്. അത് ക്രൂശുമായിട്ട് നീ അത് കണക്ട് ചെയ്യുക. ഇപ്പൊ തന്നെ കണക്ട് ചെയ്തേ, ഇപ്പൊ തന്നെ കണക്ട് ചെയ്യുക, ഇപ്പൊ തന്നെ കണക്ട് ചെയ്യുക. നീ കടന്നു പോകുന്ന ഇന്നത്തെ നിന്റെ ആ പ്രതിസന്ധികളെ കർത്താവിന്റെ കുരിശുബലിയുമായിട്ട് കണക്ട് ചെയ്യുക, സമർപ്പിക്കുക. കർത്താവെ, അങ്ങയുടെ ആ തകർക്കപ്പെട്ട ശരീരത്തിലേക്ക്, അങ്ങയുടെ അസ്ഥികൾ ഒടിഞ്ഞ് നുറുങ്ങിയപ്പോൾ, തകർക്കപ്പെട്ടപ്പോൾ, ആ ക്രൂശിൽ അങ്ങ് വലിയ ക്ഷതങ്ങളേറ്റപ്പോൾ, ആ അപമാനമേറ്റപ്പോൾ, ആ ഒടിഞ്ഞു നുറുങ്ങിയ അസ്ഥികൾ അത് പൊടിഞ്ഞു നുറുങ്ങുന്ന അവസ്ഥയിൽ അങ്ങത് അനുഭവിച്ച ആ വേദനയ്ക്കുള്ളിലേക്ക് എന്റെ ഈ ശാപത്തെ, തടസ്സത്തെ, ബന്ധനങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ്. മന്ത്രവാദ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ആഭിചാര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, അതിനെല്ലാം ഈ നിമിഷം അവയെല്ലാം, മന്ത്രവാദത്തെ, ആഭിചാരത്തെ, കൂടോത്ര ക്ഷുദ്രക്രിയകളുടെ ശക്തികളെ എല്ലാം യേശുവിന്റെ തകർക്കപ്പെട്ട ശരീരത്തിലേക്ക് ഞങ്ങൾ ഈ നിമിഷം സമർപ്പിക്കുന്നു. അതിനെ മുഴുവൻ ആ ക്രൂശിൽ ശരീരത്തിൽ ഏറ്റെടുത്ത്, when you said it is finished, tetelestai mashalem, അതിന്റെ മേൽ, ആ ദുഷ്ടശക്തികളുടെ മേൽ ദൈവപുത്രൻ വിജയം നേടിയെടുത്തതിനെ ഞങ്ങൾ ഇപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നു. റോമാലേഖനം 10:9 ഞങ്ങൾ അധരം തുറന്ന് അത് ഡിക്ലെയർ ചെയ്യുന്നു. കർത്താവെ, അങ്ങാണ് കർത്താവ് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. അങ്ങാണ് കർത്താവ് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. മനുഷ്യന്റെ ഉള്ളില് ആന്തരിക മുറിവിന് സൗഖ്യം കിട്ടാതിരിക്കുമ്പോൾ, ആ സൗഖ്യം കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാനും സ്നേഹിക്കാനും. അപ്പൊ യേശുവിനെ അറിയണം. യേശുവിനെ അനുഭവിച്ചറിയുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ക്ഷമിക്കാനും സ്നേഹിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പൊ യേശുവിനെ അനുഭവിച്ചറിയാത്ത വ്യക്തി, ചിലപ്പോൾ ആ വ്യക്തി ക്രിസ്ത്യാനിയായിരിക്കും, യേശുവിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടില്ല, ഉള്ളിൽ വൈരാഗ്യവും വിദ്വേഷവും നിൽക്കുവാണ്. അപ്പൊ അത് കാരണം മനുഷ്യര് ഒരാളെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്, ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ. അത് ക്രിസ്ത്യാനിയാണോ ക്രിസ്ത്യാനി അല്ലയോ എന്നുള്ള രീതിയിലൊന്നുമില്ല. ഡാർക്ക് റലവുമായിട്ട് ഈ ആന്തരിക സൗഖ്യം കിട്ടാത്ത മനുഷ്യർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പം ചില വ്യക്തികളെ ഞാൻ കണ്ടുപിട്ടിട്ടുണ്ട്, അവർക്ക് ചില വ്യക്തികളോട്, സ്വന്തം സഹോദരങ്ങളോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. അപ്പം സഹോദരങ്ങളോട് ക്ഷമിക്കാൻ പറ്റാതിരിക്കുമ്പോഴത്തേക്കും ആ ഉള്ളിൽ ആ ഒരു കാര്യം കടന്നുകൊണ്ട് അവരുടെ മക്കൾക്കും സഹോദരങ്ങളുടെ കുടുംബത്തിന് നാശം വരുന്നതിന് വേണ്ടി ഇവർ പ്രാർത്ഥന ചെല്ലുന്ന ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഒരു ജഡപ്രാർത്ഥന എന്ന് പറയും, എതിർ പ്രാർത്ഥന. അവർ ചിലപ്പോൾ നൊവേന ചെല്ലും, കൊന്ത ചെല്ലും, ബൈബിളിലെ വചനം എടുത്ത് പ്രാർത്ഥിക്കും. ആ സമയത്തൊക്കെ ഉള്ളിൽ അവർക്ക് യേശുവിനെ കിട്ടിയിട്ടില്ല, യേശുവിന്റെ സ്നേഹം അനുഭവിക്കാതിരിക്കുന്നിടത്തോളം, യേശുവിനെ മനസ്സിലാക്കിയിട്ടില്ലാത്തടത്തോളം അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന മുഴുവൻ നെഗറ്റിവിറ്റിയാണ്. അപ്പം ഈ ആഭിചാരം, മന്ത്രവാദം, കൂടോത്രം എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ എപ്പോഴും ചിന്തിക്കും, മന്ത്രവാദം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും മന്ത്രങ്ങൾ ഉരുവിട്ട് മന്ത്രങ്ങൾ തന്നെ ആകണമെന്നില്ല. ആഭിചാരം എന്ന് പറയുമ്പോൾ ആ ദുഷ്ടശക്തികൾക്ക് പ്രവർത്തിക്കാൻ, ഡാർക്ക് റലത്തിന് പ്രവർത്തിക്കാൻ ആന്തരിക മുറിവുള്ള ഒരു മനുഷ്യന്റെ മനസ്സിന്റെ പല തലങ്ങളെയാണ് പിശാച് ഉപയോഗിക്കുന്നത്. പറയുന്ന ഒന്നും കൂടെ പറയാം. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ പ്രത്യക്ഷത്തില് കുഴിച്ചിടുവോ ആഭിചാരം ചെയ്യുവോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ല. അതൊക്കെ ചില വ്യക്തികൾ, ചില ശക്തി, ഈ ഈവിൾ സ്പിരിറ്റിനെ വിളിച്ചു വരുത്തി അവര് ചെയ്യിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. ഇതല്ലാതെ മനുഷ്യ മനസ്സിലെ ആന്തരിക മുറിവ് നിമിത്തം അത് കാരണം അതിന് സൗഖ്യം കിട്ടാതെ അവർ ഈ വൈരാഗ്യം താലോലിച്ച് നിർത്തുന്ന സമയത്ത്, അവര് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ വരുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. അപ്പോൾ ആ സംഭവത്തിനാണ്, അതിനകത്തുനിന്ന് നമുക്കൊരു ഡെലിവറൻസ് കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് ചില വ്യക്തികളോട് നമ്മൾ പോയിട്ട് എത്ര റിക്കൺസിൽ ചെയ്യാൻ ശ്രമിച്ചാലും ചിലപ്പോൾ അവര് മാറണമെന്നില്ല. അവരുടെ ഉള്ളിൽ അവർക്ക് ആന്തരിക സൗഖ്യം കിട്ടുന്നിടത്തോളം വരെ നമ്മളോട് ചിലപ്പോൾ വൈരാഗ്യം അവരുടെ ഉള്ളിൽ കാണും. അപ്പൊ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നത്? വാട്ട് യു ക്യാൻ ഡു ഇൻ ദാറ്റ് കേസ്? യു ഹാവ് ടു ബ്രിങ് ദാറ്റ് ടു ദ ക്രോസ്. അതിനെ യേശുവിന്റെ കുരിശിലേക്ക് നീ കൊണ്ടുവരിക. യേശുവിന്റെ ക്രൂശിലേക്ക് നീ കൊണ്ടുവരുമ്പോൾ കർത്താവ് കുരിശിൽ ഈ ശക്തികളുടെ മേൽ നേടിയെടുത്ത വിജയം അവിടെ വെളിപ്പെടും. ഈ ഭൂമിയുടെ ചരിത്രത്തിൽ ഈ ദുഷ്ടശക്തികളുടെ മേൽ
വിജയം നേടിയെടുത്ത ഒരേ ഒരാള്, അത് നിനക്കും എനിക്കും വേണ്ടി, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യനും വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്ത്യാനിക്ക് വേണ്ടി നേടിയ വിജയമല്ല. ഈ ഭൂമിയിൽ ഏതും മനുഷ്യനും യേശുവിനെ ആക്സസ് ചെയ്യാം. Anyone can access it. Anyone can access it. ക്രിസ്ത്യാനിക്ക് ഒരു ദുഷ്ടശക്തി, ഹിന്ദുവിനൊരു ദുഷ്ടശക്തി, മുസ്ലിമിനൊരു ദുഷ്ടശക്തി, മതമില്ലാത്തൊരു ദുഷ്ടശക്തി, അങ്ങനെയൊന്നുമില്ല. പൈശാചിക ശക്തിയുടെ പ്രവർത്തനങ്ങളെല്ലാം കോമൺ ആണ്. അവൻ പല രീതിയിൽ, പല രൂപഭാവങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, പല പല പേരുകൾ നമ്മൾ പലരും പറയുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതിനെല്ലാം തകർക്കാൻ കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന് സാധിക്കും. ഹല്ലേലൂയ. പണ്ട് ഞങ്ങള് ചില സ്ഥലങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്കായിട്ട് പോയ സമയത്ത് വലിയ പൈശാചിക ബാധകളും ഇങ്ങനെയുള്ള ഈ അസ്വസ്ഥതകളൊക്കെ ഭയങ്കര കൂടുതലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ക്രിസ്തീയ കുടുംബങ്ങളല്ല പലതും. അവർക്ക് ചെയ്യാവുന്ന പൂജകളും കർമ്മങ്ങളും പല കാര്യങ്ങളൊക്കെ ചെയ്ത് ഒത്തിരി വിഷമിക്കുന്ന സമയങ്ങളിൽ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ച സമയങ്ങളിൽ, അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാനവിടെ വന്ന് പ്രത്യേകിച്ചൊരു മതത്തിന്റെ ലേബലിലുള്ള പ്രാർത്ഥനകളോ കർമ്മങ്ങളോ ഒന്നും അല്ല. വാട്ട് ഐ ഡു ദെയർ ഈസ് ഐ ബ്രിങ് യു ടു ദ ക്രോസ്. നിങ്ങളുടെ ഈ പ്രശ്നത്തെ, ഈ ഒരു സംഭവത്തെ മുഴുവൻ യേശുവിന്റെ കുരിശുമായിട്ട് കണക്ട് ചെയ്യും. കർത്താവാണ് അവിടെ പ്രവർത്തിക്കുന്നത്, ഞാനല്ല. എന്റെ ശുശ്രൂഷയോ അവിടെ ഞാനെന്ന വ്യക്തിയുടെ മതമോ സംഭവങ്ങളോ ഒന്നുമല്ല. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. ഞാൻ എവിടെ പോയാലും നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് യേശുവിന്റെ ശുശ്രൂഷയാണ്. ഇപ്പം നിങ്ങൾ ഈ കേൾക്കുന്ന സംഭവങ്ങളും ഇത് എന്റെ ഒരു ശുശ്രൂഷയാണ് നിങ്ങൾ എടുക്കരുത്. ഈശോ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അപ്പൊ ഞാൻ ആ വീട്ടിൽ ചെന്ന് ആ സ്ഥലത്ത് ചെന്ന് അവരെ ഒരു ക്ഷേത്രത്തിനൊക്കെ കുറച്ചടുത്തുള്ള ഒരു വീടാണ്. പക്ഷെ കുറെ അസ്വസ്ഥതകൾ ആ ഭവനത്തിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഈശോ എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യം, വേറെ ഒരു മതസംബന്ധമായ കാര്യങ്ങളൊന്നും അവിടെ സംസാരിക്കരുത്. അവിടെ bring their problem to my cross. Bring their problem to my cross. I have made the perfect sacrifice for them. Hallelujah. That's the job of an evangelist. ഇത് പറയാനാണ് യേശു ശിഷ്യന്മാരെ ദൗത്യം ഏൽപ്പിച്ചത്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും ഞാൻ എന്താണ് ക്രൂശിൽ അവർക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞതെന്നുള്ള കാര്യം പറയണം. കർത്താവ് മതം സ്ഥാപിക്കാൻ പറഞ്ഞില്ല. കർത്താവ് മറ്റു മതങ്ങൾ തെറ്റാന്ന് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞില്ല. കർത്താവ് മറ്റുള്ളവരെ അപമാനിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞില്ല. കർത്താവ് പഴയ നിയമം എല്ലാവരും അടിച്ചേൽപ്പിക്കണമെന്ന് പറയാൻ പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ എന്താണ് ഈ ജനത്തിന്, ലോകത്തിന് ചെയ്തത് എന്ന് നിങ്ങൾ പറയണം, വ്യക്തമാക്കി കൊടുക്കണം. ഇത് ചെയ്യാൻ നമ്മളെ കൊണ്ട് ഇപ്പൊ പറ്റുന്നുണ്ടോ? ഹൗ മെനി ആർ പ്രീച്ചിങ് ഇറ്റ്? ദാറ്റ്സ് വാട്ട് ഐ ആം ആസ്കിങ്. എത്ര ക്രൈസ്തവ മതത്തിൽ ഇന്ന് എത്രയോ തൊഴിലാളികളായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഹൗ മെനി ആർ വി ബ്രിങ്ങിങ് ദ റിയൽ ട്രൂ മെസ്സേജ് ഓഫ് വാട്ട് ഹാപ്പൻ ഓൺ ദ ക്രോസ്? കുരിശിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു 10% പോലും നമുക്കിപ്പം കൊടുക്കാൻ പറ്റുന്നില്ല. 10% കൊടുക്കുന്ന ആൾക്കാരെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അപ്പം ദാറ്റ് ഡേ ഐ റിമെമ്പർ, അന്ന് ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയെ ആ വീട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈശോയുടെ ആത്മാവിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി. അവരാദ്യം നൽകിയ ഉത്തരം എന്താണെന്നറിയാമോ? അനീഷ് പതറെ, ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. യേശു എന്നുള്ളത്, അത് ഇത്ര നാളും ക്രിസ്ത്യാനികളുടെ ഒരു ദൈവം എന്നുള്ള ഞങ്ങളുടെ ആ കൺസെപ്റ്റിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളോടൊപ്പം വന്ന് വസിക്കുന്ന, ഞങ്ങൾക്ക് ആ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്ന വലിയ റിയാലിറ്റിയാണ് ഞങ്ങൾക്ക് പിടികിട്ടും. ഹല്ലേലൂയ. എത്രയോ മനുഷ്യരെ യേശുവിനെ അനുഭവിക്കുന്നുണ്ടെന്നറിയാം. ക്രിസ്ത്യാനികൾക്ക് ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര പുച്ഛവും വലിയ ആറ്റിറ്റ്യൂഡൊക്കെ പലപ്പോഴും കാണിക്കാറുണ്ട്. ഞാൻ ഈവൻ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഫാമിലീസിലൊക്കെ ഉള്ള ആൾക്കാർ പറയുമ്പോൾ ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയ കാര്യങ്ങളാന്നൊക്കെ പറയും. പക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കറിയാം ഇതിന്റെ ശക്തി, ഇതിന്റെ പവർ. ഇത് റിസീവ് ചെയ്യുന്നവർക്കറിയാം. ക്രിസ്ത്യാനികൾ ഇന്ന് വലിയ അഹങ്കരിക്കുന്ന ക്രിസ്ത്യാനികളുടെ മുൻ തലമുറക്കാര് ഈ കർത്താവിന്റെ കുരിശിലെ പരിഹാര ബലിയുടെ അഭിഷേകത്തെ അതിന്റെ പൂർണ്ണതയിൽ സ്വീകരിച്ച് ആ അഭിഷേകത്തിനകത്ത് അതിനകത്ത് നിറഞ്ഞ് മുൻപോട്ട് പോയ ആൾക്കാരാണ്. ഹല്ലേലൂയ. അതിന്റെ നന്മ അവരുടെ തലമുറകളിലേക്കും വെളിപ്പെട്ടു വന്നു. കർത്താവിന്റെ വചനത്തെ നമ്മൾ കാണുകയാണ്. ഹെബ്രായലേഖനം 10-ാം അധ്യായം
12-ാമത്തെ വാക്യം. അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. അപ്പൊ ശത്രുക്കളെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. കുരിശിലെല്ലാം ചെയ്തു കഴിഞ്ഞു, നിന്റെ ശാപം മാറുന്നതിനും ബന്ധനം അഴിയുന്നതിനും. അതായത് ഇന്നിപ്പോ നിങ്ങൾക്ക് തടസ്സം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ തടസ്സത്തെ നിങ്ങൾ കണ്ണുകൾ അടച്ച് ഈശോയിലേക്ക് സമർപ്പിക്കുക. എന്ത് തടസ്സമായിക്കോട്ടെ. ചിലപ്പോൾ ഒരു രാജ്യത്തിന്റെ നിയമങ്ങളായിരിക്കും, ചിലപ്പോൾ ഒരു ലാൻഡ് ലോഡിന്റെ ഒരു എവിക്ഷൻ, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിങ്ങൾ പുറത്തു പോകണമെന്നൊക്കെ പറഞ്ഞ ഒരു എവിക്ഷൻ വന്നേക്കുവാണ്. ഈ ഭൂമിയിൽ ചിലപ്പോൾ നിങ്ങൾ ബാങ്കിൽ ഒരു നോട്ടീസ് വന്നേക്കുന്നതായിരിക്കും. എന്ത് കാര്യമാകട്ടെ, ബ്രിങ് ദാറ്റ് ടു ദ ക്രോസ്. ഒരു ഹെൽത്ത് റിപ്പോർട്ട് ആകട്ടെ, ബ്രിങ് ദാറ്റ് ടു ദ ക്രോസ്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ വിശ്വാസം ഡിക്ലെയർ ചെയ്യണം. എന്റെ യേശുവിന്റെ ശരീരം തകർക്കപ്പെട്ടപ്പോൾ, എന്റെ കർത്താവിന്റെ ബോഡി അല്ലെ, ഓരോ ബോണുകളും അസ്ഥികളും ഒടിഞ്ഞപ്പോൾ, തകർക്കപ്പെട്ടപ്പോൾ, കർത്താവ് ഈ ബന്ധനത്തെ കുരിശിൽ അഴിച്ചതാണ്. കർത്താവ് ഈ ശാപത്തെ കുരിശിൽ ബ്രേക്ക് ചെയ്തതാണ്. കർത്താവ് ഈ ബന്ധനത്തെ കുരിശിൽ അഴിച്ചു കളഞ്ഞതാണ്. ഈ തടസ്സത്തെ തകർത്ത് കളഞ്ഞതാണ്. അത് ഡിക്ലെയർ ചെയ്യണം. ഒരിക്കൽ ഈശോ എനിക്ക് വെളിപ്പെടുത്തുന്നതാണ്. അതായത് ഒരു വലിയ തടസ്സം നിൽക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, എന്റെ അസ്ഥി ഒടിഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ഷോൾഡർ ഒക്കെ ഡിസ്ലൊക്കേറ്റ് ആയ സമയത്ത്, ദ പെയിൻ ദാറ്റ് ഹി വെന്റ് ത്രൂ, ഇറ്റ് വാസ് ഫോർ അസ്. അതാ ബൈബിളിൽ അങ്ങനെ എഴുതിയേക്കുന്നു. എവ്രിതിങ് ഹി വെന്റ് ത്രൂ, ഇറ്റ് ഈസ് ഫോർ അസ്. അവന്റെ ക്ഷതങ്ങളിലൂടെ നമുക്ക് സൗഖ്യം ലഭിക്കും. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം, നമ്മുടെ ട്രാൻസ്ഗ്രഷൻസ് നിമിത്തം, ഹി വാസ് വൂണ്ടഡ് ഫോർ അവർ ട്രാൻസ്ഗ്രഷൻസ്. അപ്പൊ എന്റെ ട്രാൻസ്ഗ്രഷൻ കാരണമാണ് യേശു അത് കടന്നു പോയതെങ്കിൽ എന്റെ വിടുതലിന് വേണ്ട വിലയും യേശുവിന്റെ കുരിശുവലിൽ സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വേറെ 100 കാര്യങ്ങൾ, പല കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ദ റിയൽ പിക്ചർ നമ്മൾ മിസ് ഔട്ട് ആക്കി കളയരുത്. ദ റിയൽ പിക്ചർ എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ പരിഹാര ബലിയിൽ സംഭവിച്ചു കഴിഞ്ഞ വലിയ ഡെലിവറൻസുകളുണ്ട്. ആ ഡെലിവറൻസിനെ നമ്മൾ കർത്താവിന്റെ ആ ഒരു പീഡാസഹനത്തെ കൂടുതൽ മനസ്സിലാക്കി വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തിലോട്ട് അതിനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. നമുക്കൊക്കെ ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു വീടിന്റെ ചുറ്റും, ഒരു പള്ളിയുടെ ചുറ്റും ഒരു 78 തവണ നടന്നിട്ട്, ഒരു ചുറ്റി വലിഞ്ഞ് നമ്മളൊരു കാര്യം ചെയ്തിട്ട് നമ്മളൊരു 10 രൂപ നേർച്ചയിടാൻ പറഞ്ഞാൽ നമുക്കത് ഈസിയാണ്. ഒരു 78 തവണ നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കും. പക്ഷെ യേശുവിന്റെ പരിഹാര ബലിയിൽ ഇത് നടന്നു കഴിഞ്ഞു, ബൈബിളിൽ എഴുതി വെച്ചേക്കുന്ന കാര്യം വിശ്വസിക്കാൻ പറയുമ്പോൾ നമുക്കത് അത് പക്ഷെ ഞാൻ എന്നെ അതിനകത്ത് എന്റെ പാർട്ട് എന്താ അതിനകത്ത് ചെയ്യേണ്ടത്, നമ്മളതങ്ങ് കയറി വരും. നമ്മുടെ വിശ്വാസം, ഞാൻ എന്തെങ്കിലും അതിനകത്ത് ചെയ്യണ്ടേ? യു വുഡന്റ് ബി ഏബിൾ ടു കോൺട്രിബ്യൂട്ട് എനിത്തിങ് ഇൻ ദാറ്റ്. കാരണം അങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് വരേണ്ട ആവശ്യമില്ല, കർത്താവ് അത് പറയായിരുന്നു. പക്ഷെ കർത്താവ് അത് നിനക്ക് വേണ്ടി കുരിശിൽ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, എന്നേക്കുമായിട്ടുള്ള ഏകബലി അവൻ അർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഒരു ആത്മാവ് ഡിസ്കവർ ചെയ്യുകയാണ് ഈ ഭൂമിയിലിരുന്ന്. ദൈവം ഈ ഭൂമിയിൽ കടന്നുപോയ പീഡാസഹനത്തിന്റെ ഓരോ സെക്കൻഡിനകത്തും നിന്നോട് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് നമ്മൾ ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കണം. യേശുവിന്റെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തി എന്നുള്ളത് അത് ജസ്റ്റ് പറഞ്ഞു വിട്ടു പോകുന്ന ഒരു ചെറിയ സംഭവമല്ല. അതിനായിരക്കണക്കിന് 10,000-കണക്കിന് ഡെപ്തുള്ള ലെയറുകളുണ്ട്. ഒരു ജന്മം നല്ല 1000 വർഷം നമ്മൾ അതിനെ മെഡിറ്റേറ്റ് ചെയ്താലും അതിന്റെ അടുത്ത ആഴം നമുക്ക് മനസ്സിലാക്കി കൊണ്ടുവരും ദൈവം. ഇത് നിസ്സാരമായ ഒരു സംഭവമല്ല. ഇന്ന് ഞാനിന്ന് ഡ്രൈവ് ചെയ്ത് പോരുന്ന സമയത്ത് കർത്താവ് എന്നോട് ഉള്ളിൽ ചോദിക്കുവാണ്, കർത്താവിന്റെ ആ ഷോൾഡർ ഒക്കെ ഡിസ്ലൊക്കേറ്റ് ചെയ്തപ്പോൾ അസ്ഥികൾ തകർന്ന സമയത്ത് കർത്താവ് അനുഭവിച്ച ആ വേദനയുടെ വ്യാപ്തി എത്രമാത്രമാണ്. ആ വ്യാപ്തി എന്തിനായിരുന്നു? ആ അസ്ഥികൾ പൊടിഞ്ഞതും തകർന്നതും എന്തിനായിരുന്നു? ഫോർ യുവർ ഡെലിവറൻസ്, ഫോർ യുവർ കേഴ്സ് ടു ബി ബ്രോക്കൺ. നിന്റെ ശാപങ്ങൾ ബ്രേക്ക് ചെയ്യുവാൻ, നിന്റെ തടസ്സങ്ങൾ മാറുവാൻ, നിന്റെ ബന്ധനങ്ങൾ അഴിയുവാൻ, നിനക്ക് രക്ഷ ലഭിക്കുവാൻ. ഹല്ലേലൂയ. ദിസ് ഈസ് ദ ഗോസ്പൽ. ഗോസ്പൽ എന്ന് വെച്ചാൽ ഇതാണ് സന്തോഷത്തിന്റെ സദ്വർത്തമാനം. ഇത് കേൾക്കുന്നുണ്ടോ? ഇത് പ്രസംഗിക്കപ്പെടുന്നുണ്ടോ? വുഡ് യു ഹിയർ ദാറ്റ്? ഡു യു ഹിയർ ദാറ്റ് nowadays? Do we really hear the gospel of what happened on the cross? Very rare.
സ്വർഗത്തിന് ഏറ്റവും വലിയ ദുഃഖം ഈ സത്യം യേശു കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ ആഴങ്ങൾ ഇന്ന് മനുഷ്യരറിയുന്നില്ല. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ സ്വർഗത്തിന്റെ എല്ലാ നന്മകളും സ്വർഗീയമായ സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിലും നിറയപ്പെടും. കൊളോസസ് ലേഖനത്തിന് 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിച്ചു. ഇതൊക്കെ കുരിശിൽ നടന്ന കാര്യമാണ്. യേശുവിന്റെ പെർഫെക്റ്റ് സാക്രിഫൈസിൽ സംഭവിച്ച കാര്യമാണ്. ഇനിയൊരു പെർഫെക്റ്റ് സാക്രിഫൈസ്, ഇനിയൊരു സാക്രിഫൈസ് ഈ ഭൂമിയിലില്ല. അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അതിനകത്ത് വൺസ് ആൻഡ് ഫോർ ഓൾ ഹി റിക്കൺസിൽഡ്. അപ്പോൾ മനുഷ്യരത് വിശ്വസിക്കുന്നില്ല. അതിൽ നിന്ന് ഞാൻ യേശു കുരിശിൽ ബലിയായി തീർന്ന് വിശ്വസിക്കുന്നില്ലെന്നൊരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ അവൻ എത്ര ഭൗതികമായ കാര്യങ്ങൾ ഭൂമിയിലുണ്ടെങ്കിലും അവന്റെ ലൈഫിൽ ദൈവത്തിന്റെ ആ ഒരു ഫുൾനെസ് കാണില്ല. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിനകത്ത് അവൻ ഇങ്ങനെ യഥാർത്ഥ സമാധാനം അവന്റെ ജീവിതത്തിലില്ല. യഥാർത്ഥ സമാധാനം സ്ഥാപിക്കപ്പെട്ടത് യേശുവിന്റെ കുരിശിൽ കർത്താവ് പൂർത്തീകരിച്ച ആ പ്രവൃത്തിയിലാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ആ സമാധാനത്തിനകത്തേക്ക് പ്രവേശിക്കുന്നവൻ ദൈവത്തിന് അനുകൂലമായി നിൽക്കുന്ന വ്യക്തിയാണ്. ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. നമ്മളോട് തന്നെ ചോദിക്കണം, ആരാണ് ഇവിടെ ദൈവത്തിന്റെ ശത്രു എന്നുള്ളത്? ആരാണ് ദൈവത്തിന്റെ ശത്രു? യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഈ ഒരു കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുന്നവൻ ഹീസ് എ ഫ്രണ്ട് ഓഫ് ഗോഡ്. അവൻ ദൈവത്തിന് അനുകൂലമായി നിൽക്കുന്നവൻ. ഇന്ന് നമ്മൾ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കും. ഞാൻ യേശു കുരിശിൽ ബലിയായി തീർന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ആ വിശ്വാസത്തിന്റെ അടുത്ത സ്റ്റെപ്പിലൂടെ നമ്മൾ കയറണം. ഡു യു സിൻസിയർലി ബിലീവ് ദാറ്റ് ഹി അക്കംപ്ലിഷ്ഡ് എവരിതിങ്? കർത്താവിന്റെ ഏകബലി സമർപ്പണം നിനക്ക് വേണ്ട ഡെലിവറൻസ് മുഴുവൻ നൽകിയെന്ന് നീ ബൈബിളിൽ രേഖപ്പെടുത്തിയ കാര്യം നീ വിശ്വസിക്കുന്നുണ്ട്? അയ്യോ ബ്രദറെ, ഇപ്പോഴും ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്, ഞങ്ങൾക്ക് കുറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണ്. നോ 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 നോ. നിങ്ങൾ അസ്വസ്ഥത കാരണം നിങ്ങൾ പല കാര്യം തപ്പിപ്പോവുക. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡെലിവറൻസ് നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ അവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞതെന്നുള്ള കാര്യം നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം. ഈസി ആയിട്ട് പറഞ്ഞുതരാം. അതായത് കർത്താവിന്റെ കൈകളിലേക്ക് ആണി കുത്തിത്തുളച്ച് കയറിയപ്പോൾ നമ്മുടെ കയ്യിലൊരു മുട്ടുസൂചി ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ വേദന നമുക്കറിയാം. കർത്താവിന്റെ കൈകളിലേക്ക് ഈ ആണി കുത്തിത്തുളച്ച് കയറിയപ്പോൾ ആ വേദനയെ ഒരു ദിവസം ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ചേ. ഹി വെന്റ് ത്രൂ ദാറ്റ് പെയിൻ ഫോർ യു. ആ വേദനയെ മാത്രം ധ്യാനിച്ചൊന്ന് പ്രാർത്ഥിച്ച് സോ മെനി ഡെലിവറൻസ് വിൽ മാനിഫെസ്റ്റ്. ഇടത്തെ കൈയില്, വലത്തെ കൈയില്, കാലുകളില്, ശിരസിൽ കൂർത്ത മുൾക്കിരീടം കുത്തിത്തുളയ്ക്കപ്പെട്ടപ്പോൾ കർത്താവ് കടന്നുപോയ വേദന, ചാട്ടവാറുകൊണ്ട് അടിയേറ്റപ്പോൾ കർത്താവ് കടന്നുപോയ വേദന, ഇത് ധ്യാനിച്ച് ഞാൻ പറഞ്ഞല്ലോ ഈശോയുടെ ഷോൾഡറൊക്കെ ഡിസ്ലൊക്കേറ്റ് ചെയ്തപ്പോൾ അനുഭവിച്ച വേദന, ശരീരം മുഴുവൻ തകർക്കപ്പെട്ടു. കണ്ടാൽ നമുക്ക് ആളറിയാത്ത പോലെ ശരീരം വിരൂപമായി, ദേഹം മുഴുവനും രക്തം കൊണ്ട് ഒരു കണ്ടമൊക്കെ ഉഴുതുമറിഞ്ഞു കിടക്കുന്ന പോലത്തെ അതിഭീകരമായ ഒരവസ്ഥയാണ്. ബൈബിള് ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഇറ്റ് ഈസ് ഫോർ യു, നിനക്ക് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. അതിനകത്ത് ഡെലിവറൻസ് ഉണ്ട്, രക്ഷയുണ്ട്, പാപമോചനമുണ്ട്, ശാപമോക്ഷമുണ്ട്, ബന്ധനങ്ങൾ അഴിയുന്നുണ്ട്, ആത്മാവിന്റെ രക്ഷ, ഡെലിവറൻസ് ഫ്രം ഓൾ ദ ഫാമിലി കേഴ്സസ്, ആൻസെസ്ട്രൽ കേഴ്സസ്, എല്ലാം ഇതിനകത്ത് ദൈവം ചെയ്തു വെച്ചിട്ടുണ്ട്. നൗ യു ഹാവ് ടു റിസീവ് ആൻഡ് എക്സ്പീരിയൻസ് ഹിസ് മേഴ്സി. ഹല്ലേലൂയ. ഇത് മാനിഫെസ്റ്റ് ആകുന്നില്ല എന്റെ ജീവിതത്തിൽ, നിങ്ങൾക്കത് ആ സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതല്ല, കർത്താവെ നീ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ എനിക്കൊന്ന് ആഴത്തിൽ മനസ്സിലാക്കി
അതിനകത്തെ ലെയറിനുള്ളിലേക്ക് കയറാൻ, അതാ ദൈവം നിങ്ങളെ വിളിക്കുവാണ് കേട്ടോ. അതാണ് യഥാർത്ഥ സത്യം. അപ്പൊ നിങ്ങൾക്ക് തോന്നുവാണ് ഇപ്പോഴും ജീവിതത്തിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഗോഡ് ഈസ് കോളിങ് യു for some reason. He wants to give you a deeper revelation about what happened on the cross. അതിന്റെ വലിയ വലിയ ലെയറിനുള്ളിലേക്ക് ദൈവം നിങ്ങളെ കയറ്റുവാണ്. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്നെ ഈ ഒരു സന്ദേശത്തിലേക്കും ഈ ഒരു തിരിച്ചറിവിലേക്കും കൊണ്ടുവന്നു കഴിഞ്ഞ് കുറേ നാൾ കർത്താവ് മനസ്സിലാക്കി തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതിനകത്ത് ഈശോയുടെ ബോഡി, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഞാനിപ്പോൾ പലപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഈശോയുടെ ശരീരം എന്നുള്ളത് അത് ആ സഭയ്ക്ക്, അത് കർത്താവിന്റെ ശരീരമാണ് സഭ. അതിനകത്ത് നമ്മളെല്ലാവരും ഉണ്ട്. അത് കാത്തലിക് എന്ന വേർഡിന്റെ അർത്ഥം സാർവത്രികം എന്നുള്ള, യേശുവിന്റെ സാർവത്രികമായ ശരീരം. അതൊരു സംഘടനയല്ല, അതൊരു ഓർഗനൈസേഷൻ അല്ല. അത് നമ്മൾ ഏറ്റവും ഭയത്തോടു കൂടി ഉപയോഗിക്കേണ്ട ഒരു വേർഡാണ് സഭ എന്നുള്ളത്. പലപ്പോഴും ആൾക്കാർ പറയും കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ, പെന്തക്കോസ്ത് സഭ. അങ്ങനെ ആ വേർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം ദിസ് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. കമ്മ്യൂണിറ്റി എന്ന് ഉപയോഗിച്ചു കുഴപ്പമില്ല. ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി, ജാക്കബൈറ്റ് കമ്മ്യൂണിറ്റി, കാത്തലിക് കമ്മ്യൂണിറ്റി. കാരണം മനുഷ്യർക്ക് ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി, ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഈ ഒരു രീതിയിൽ ജീസസിനെ വർഷിപ്പ് ചെയ്യുന്നു. സഭ എന്ന് പറയുന്നതിൽ അവിടെ തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അത് യേശുവിന്റെ ശരീരമാണ്, കർത്താവിന്റെ ശരീരമാണ്. അവിടെ അതിനകത്ത് നമുക്ക് നമ്മൾ അങ്ങനെ പറയുമ്പോഴും വി ഡോണ്ട് ഹാവ് ദ ഓപ്ഷൻ ടു സേ ദാറ്റ് ഐ ആം ബെറ്റർ ദാൻ യു. കാരണം നമ്മളെല്ലാം കർത്താവിന്റെ കൃപയ്ക്കകത്താണ്, കർത്താവിന്റെ കരുണയ്ക്കകത്താണ്. കർത്താവ് കുരിശിൽ ചെയ്തു കഴിഞ്ഞ ആ പ്രവൃത്തിയുടെ യോഗ്യതയാലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത്. അതാണ് ന്യൂ ടെസ്റ്റ്മെന്റ്. കർത്താവ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ യോഗ്യതയാൽ നീതീകരിക്കപ്പെട്ടവരാണ്. ഇത് ആദിമ സഭയിൽ കുറെ കൂടി ഡെപ്തിൽ ഇവർക്ക് ഇത് പിടികിട്ടി. നമ്മൾ ഈ ക്രിസ്ത്യൻ പേരൻസിന് ജനിച്ച പിള്ളേർ വന്ന സമയത്ത്, അത് ജനറേഷൻ ആയ സമയത്ത്, ഈ റെവലേഷൻ ചില സെഞ്ചുറികളിൽ ഇത് പ്രസംഗിക്കുന്നത് കുറഞ്ഞു വരുമ്പോഴാണ് ബാക്കി എല്ലാ പല സംഭവങ്ങൾ അവിടുന്ന് ഇവിടുന്നെല്ലാം കയറി വരും. അപ്പൊ അത് പിന്നെ സഭയ്ക്കകത്തും മനുഷ്യർക്കിടയിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയാണ്. സോ ഗോഡ് ഈസ് കോളിംഗ് ദ ഹോൾ ബോഡി ഓഫ് ക്രൈസ്റ്റ് ടു കം ബാക്ക് ടു ദ ട്രൂത്ത്ഫുൾ ന്യൂ ടെസ്റ്റ്മെന്റ് ക്രിസ്ത്യൻ മെസ്സേജ്. അതാണ് ആ കൃപയുടെ സമൂഹത്തിന്റെ, ദൈവ രാജ്യത്തിന്റെ പുതിയ നിയമത്തിന്റെ സന്ദേശം. അത് അതിനകത്ത് ഇത് പുതിയൊരു സംഭവമൊന്നുമല്ല. ഇറ്റ്സ് there that God is love. നമ്മളെ സ്നേഹിക്കുന്ന ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. അപ്പൊ ആ സ്നേഹത്തെ നമ്മൾ ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിലൂടെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ആ പരിഹാര ബലിയുടെ പല ലെയറിനുള്ളിലേക്കും സ്വർഗം നമ്മളെ കയറ്റിക്കൊണ്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഇനി ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഈശോയുടെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അനേക തടസ്സങ്ങൾ ഈ ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ടായിരുന്ന ചില ലീഗൽ തടസ്സങ്ങൾ, ചില കുരുക്കുകൾ, അതെല്ലാം ഈശോ അഴിക്കുകയാണ്. യഥാർത്ഥ കുരുക്കുകൾ, ലൈഫിനെ ഇങ്ങനെ കുരുക്കിയിടാൻ ദുഷ്ടാരൂപി ശ്രമിക്കുമ്പോൾ ആ കുരുക്കുകളെ മുഴുവൻ അഴിക്കുന്നത് കർത്താവിന്റെ അഭിഷേകമാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ ഈ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ കുറെ ധ്യാനമൊക്കെ കൂടി കഴിയുമ്പോഴത്തേക്കും മനസ്സൊക്കെ അവർ ഭയങ്കര പ്രാർത്ഥനക്കാരായിട്ട് വരും. പ്രാർത്ഥനക്കാരായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ സ്ലിപ്പ് ചെയ്യും. നമ്മൾ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് രീതിയിലൂടെ സ്ലിപ്പ് ചെയ്യും. നമുക്ക് പിന്നെ മനുഷ്യരെ കാണുമ്പോഴത്തേക്ക് അവരെ എപ്പോഴും ഒരു വചനമൊക്കെ എടുത്തിട്ട് പറയും, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, ഞങ്ങൾ ശരിയാണ്, ഞാൻ നിങ്ങളെക്കാളും ബെറ്ററാണ്. അങ്ങനെയുള്ളൊരു ഒരു 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 രീതിയുണ്ട്. എപ്പോഴും ഇങ്ങനെ പഴയ നിയമത്തിലെ ഓരോ വചനങ്ങളൊക്കെ എടുത്തിട്ട് കോട്ട് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഈവൻ മനുഷ്യരെ വെറുപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒത്തിരിയും ആൾക്കാർ പ്രയറിന്റെ കാര്യം പറയുമ്പോൾ, ഈശോയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കാരണം ഒത്തിരിയും ആൾക്കാർ ഇങ്ങനെ ഈ പ്രാർത്ഥനക്കാർ കാരണം ഒഫൻഡഡ് ആയിട്ടുണ്ട്. ഒഫൻഡഡ് ആയ കാരണം ഇന്ന് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ശരിയായ പ്രസംഗിക്കുമ്പോൾ പോലും അവർ തടസ്സം വരികയാണ്. യഥാർത്ഥത്തിൽ ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് കർത്താവിന്റെ ഫുൾനെസ് ഉണ്ട്. ഈശോയുടെ പരിഹാര ബലി തന്നെ അതിന്റെ ഓരോ ലെയറുകളും നമ്മൾ തുറന്നു കൊടുത്ത് മനുഷ്യരിലേക്ക് പങ്കുവെക്കുമ്പോൾ കേൾക്കുന്ന വ്യക്തികൾ ഫ്രീ ആവും. ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ ആത്മാവിന്റെ അഭിഷേകവും നിറയപ്പെടുമ്പോൾ മനുഷ്യരെ വലിയ ഫ്രീഡത്തിലേക്ക് വരും. ആ ഫ്രീഡമാണ് പാപത്തിന് അവരെ മരിച്ചവരാക്കി തീർക്കുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് ഇപ്പൊ ഞാനിപ്പോൾ ഒരാളോട് പറയുവാണ്, നിങ്ങൾ ബ്ലൂ ഫിലിം കാണരുത്, പോണോഗ്രഫി കാണരുത്.
അവർക്കറിയാം പോണോഗ്രഫി കാണുന്നത് തെറ്റാ, ശരിയല്ല. പക്ഷെ അവർക്ക് വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ സ്ട്രെസ്ഡാ. അവർ ഭയങ്കരമായിട്ട് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ആൻസൈറ്റിയും സ്ട്രെസ്സും ടെൻഷൻ കാരണം അവർ വീണ്ടും ആ ബലഹീനതയ്ക്ക് അതോട് വീണ് പോവുകയാണ്. അപ്പൊ വീണ്ടും ഒരാൾ പറഞ്ഞു നീ ചെയ്യുന്ന മഹാപാപമാണ്, അതാണ് ഇതാണെന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ ഈ ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് ബാഷിങ് കാരണം, ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും അയർലൻഡിലും അമേരിക്കയിലും ഇന്ത്യയിലും പല യൂത്തിന്റെ ഇടയിൽ പ്രവർത്തിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഈ ബാഷിങ് കാരണം പിള്ളേരെ ഞങ്ങൾക്ക് പ്രാർത്ഥന വേണ്ട, ഞങ്ങൾക്ക് ദൈവം വേണ്ട, ഞങ്ങൾക്ക് ദൈവത്തെ ഇനി ആവശ്യമില്ല, കാരണം ഞങ്ങൾ കേൾക്കുന്ന ദൈവം ഇങ്ങനെയാണ്, ഞങ്ങളെ സഹായിക്കുന്ന ദൈവം അല്ല എന്നുള്ള രീതിയിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനക്കാര് കാരണം മനുഷ്യർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ വരും. അപ്പൊ എന്താ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നമ്മൾ വേണ്ടത് റിലീജിയസ് ബാഷിംഗ് അല്ല, നമുക്ക് വേണ്ടത് ഈശോയുടെ ആത്മാവിന്റെ പ്രവർത്തനമാണ്. അപ്പം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ, യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയെ നമ്മൾ വ്യക്തമാക്കി കൊടുത്ത് ദൈവത്തിന്റെ സ്നേഹത്തെ ജനങ്ങളോട് പറഞ്ഞ്, ആ സ്നേഹം ഇപ്പൊ ഈശോ നിങ്ങളെ സ്നേഹിക്കുന്ന സത്യം പ്രസംഗിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങുകയാണ്. ആ അഭിഷേകത്തിൽ നിറഞ്ഞ് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്ന സമയങ്ങളിൽ വലിയ ഫ്രീഡം നമ്മുടെ നടുവിൽ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനകത്തേക്ക് ഒരു വ്യക്തി പ്രവേശിക്കപ്പെട്ട് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് പാപത്തിൽ നിന്ന് കർത്താവ് ക്രൂശിൽ അവനെ പാപത്തിൽ നിന്ന് മോചിതനാക്കി ആ ശക്തിയിൽ നിറഞ്ഞ് അവന് ജീവിക്കാൻ പറ്റുവാണ്. യേശു ക്രിസ്തു ക്രൂശിൽ തന്റെ പരിഹാര ബലിയിലൂടെ പാപത്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു, ഡെലിവറൻസ് നടന്നു. ആ ശക്തിയിലേക്ക്, അഭിഷേകത്തിലേക്ക് നീ പ്രവേശിക്കപ്പെടുകയാണ്. പിന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും ഒരു ബലഹീനതയോ തടസ്സങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് ഈശോയുടെ കുരിശുമായിട്ട് കണക്ട് ചെയ്ത് ക്രൂശിൽ കർത്താവ് ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ അഭിഷേകത്തിലേക്ക് നമ്മൾ നിറയപ്പെടുകയാണ്. ആ അഭിഷേകം നമ്മൾ നിറയപ്പെടുമ്പോൾ നിയമം, കൽപ്പനകൾ എന്താണോ പഴയ നിയമത്തിൽ ഉദ്ദേശിച്ചത് അത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽ ആവും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉള്ളിലിരിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് നിങ്ങളുടെ ടേബിളിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഫുഡ് ആരെങ്കിലും നിർബന്ധിച്ച് നിങ്ങൾ കഴിക്കില്ല, കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് നിങ്ങളുടെ അടുത്തുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ വേറൊരു കാര്യത്തിലേക്ക് പോകാതെ വണ്ണം പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ വഴി നടത്തും. ഹല്ലേലൂയ. ഹൂ ക്രിയേറ്റഡ് ദ പ്ലഷേഴ്സ് ഇൻ ദ വേൾഡ്? ചിലർ പറയും ഈ ഭൂമിയിലെ പ്ലഷറുകൾ, ആനന്ദങ്ങൾ ബലഹീനതയാണ്. ആരാ വാസ്തവത്തിൽ ഈ പ്ലഷറുകളെല്ലാം സൃഷ്ടിച്ച് നമ്മുടെ ശരീരത്തിലുള്ള ഈ ആനന്ദങ്ങൾ, ഈ ഫുഡ്, എന്ത് കാര്യമായിക്കോട്ടെ, അത് മനുഷ്യനെ ദൈവം തന്നിട്ടുള്ള എല്ലാ ആനന്ദങ്ങളും, കുടുംബജീവിതത്തിന്റെ ആകട്ടെ, ഭക്ഷണം കഴിക്കുന്നതാകട്ടെ, എന്തുവാകട്ടെ, ഇത് ആരെ സൃഷ്ടിച്ചത്? ദൈവം സൃഷ്ടിച്ചതാണ്, മനുഷ്യൻ സൃഷ്ടിച്ചതല്ല. ഹല്ലേലൂയ. ഗോഡ് ക്രിയേറ്റഡ് ദ ഹോൾ തിങ്. അപ്പൊ നമുക്കവിടെ ഇതെല്ലാം ദൈവം അതിനെതിരാണെന്നുള്ളതല്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ എല്ലാം പർപ്പസ് അതിന്റെ റൈറ്റ് വേയിൽ ഫുൾഫിൽഡ് ആക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ആ ഒരു കാര്യത്തിലേക്കാണ് പുതിയ നിയമം നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. പുതിയ നിയമത്തിന്റെ ഈ ഒരു റെവലേഷൻ ഇറ്റ് കംപ്ലീറ്റ്ലി റിവോൾവ്സ് അറൌണ്ട് ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയാണ്. അതാണ് റോമാലേഖനം 5:17 കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു വഴിയായി ജീവനിൽ വാഴും. അപ്പൊ ഇതൊരു ഓപ്ഷനാണ്, കൃപയുടെയും നീതിയുടെ ദാനത്തിന്റെയും സമൃദ്ധിയെ സ്വീകരിക്കാൻ. ആരാണോ ഇത് സ്വീകരിക്കുന്നത്? സ്വീകരിക്കുന്നവർക്ക് യേശുക്രിസ്തുവിൽ വാഴുവാൻ കഴിയും. വാഴുക എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ മേൽ, ലോകത്തിന്റെ മേൽ, സാത്താന്റെ മേൽ എല്ലാം വാഴിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ഈ 3 തലങ്ങളിലുള്ള വാഴ്ച, പാപത്തിന്റെ മേൽ, ലോകത്തിന്റെ മേൽ, സാത്താന്റെ മേൽ. ആൻഡ് ലോർഡ് വിൽ പ്രൊവൈഡ് സൂപ്പർ നാച്ചുറൽ സപ്ലൈ ഓഫ് യുവർ നീഡ്സ്. അതൊക്കെ നമുക്ക് അനുഭവിക്കണ്ടേ? അപ്പസ്തലന്മാരൊക്കെ അനുഭവിച്ച പോലെ സൂപ്പർ നാച്ചുറലായിട്ട് ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ ഫേവറുകൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, നന്മകൾ അതൊക്കെ കടന്നു വരും. നമ്മളെപ്പോഴും ലോകത്തിലെ മനുഷ്യർക്ക് അവർ ചെയ്യുന്ന രീതി അങ്ങനെയാണ്, ലോകം ഇപ്പൊ ഇങ്ങനെയാ പോകുന്നത്. ലോകത്തിലെ മനുഷ്യർ എങ്ങനെയൊക്കെ പോയെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ അസമാധാനവും പ്രശ്നങ്ങളും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് ലോകം വേറെ റൂട്ടിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവരാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കപ്പെട്ട വ്യക്തിക്ക് ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവത്തിന്റെ സപ്ലൈകളുണ്ട്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുണ്ട്. അത് നമ്മൾ അനുഭവിക്കണം. ഹല്ലേലൂയ. യേശുവേ ആരാധന. നമ്മൾ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്സിലെ ആൾക്കാരുടെ ഒപ്പീനിയൻ എടുത്തു കഴിയുമ്പോൾ അവർ പല പ്രഡിക്ഷൻസും പറയും. ഭൂമിയിൽ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു, അത് സംഭവിക്കാൻ പോകുന്നു, അതാണ് ഇതാണ്. ചിലപ്പം ദൈവത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക്
പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ഗൈഡൻസ് ഉണ്ട്. ചില സമയത്ത് ലോകത്തിലെ മനുഷ്യര് ചില ബിസിനസ്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പം അതാണ് നല്ലതെന്ന് പറയും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നത്തില്ല, നിങ്ങളുടെ ഉള്ളിൽ വലിയ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്ന സമയത്ത്. ചില സമയത്ത് ആരും തൊടാത്തൊരു മേഖലയിൽ പരിശുദ്ധാത്മാവ് ചിലപ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്യും. അങ്ങനെ ദൈവത്തിന്റെ വഴികളെല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ വ്യത്യസ്തമായ പദ്ധതികൾ, വ്യത്യസ്തമായ വഴികൾ, വ്യത്യസ്തമായിട്ടുള്ള ബ്ലെസ്സിങ്സ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കണം. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. ഹെബ്രായ ലേഖനം 11:1 നമ്മൾ കാണുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇന്ന് പ്രധാനമായിട്ടും വിശ്വസിക്കുക, പാപങ്ങൾക്ക് വേണ്ടിയുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്ത് കർത്താവായ യേശു ഉപവിഷ്ടനായി. ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവരെ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ പരിപൂർണരാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. യേശുക്രിസ്തുവിനെ കുരിശിലെ പരിഹാര ബലിയിലൂടെ എന്നേക്കുമായി പരിപൂർണരാക്കപ്പെട്ടിരിക്കുന്നു. എന്നേക്കുമായി പരിപൂർണരാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ, കർത്താവിന്റെ ശരീരം, കർത്താവിന്റെ സഭ, ഈശോയുടെ മക്കൾ. എന്നാൽ ആ തലത്തിലേക്ക് നമ്മൾ വളർന്നു വരുന്നത് എങ്ങനെയാ? ആ പരിപൂർണത നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എങ്ങനെയാ? എവിടെയാണോ ഈ പരിപൂർണത നിങ്ങൾക്കായി സംഭവിച്ചത് അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. യേശു ക്രൂശ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. പരിശുദ്ധ കുർബാനയിൽ, കർത്താവിന്റെ കുരിശുബലിയിൽ കംപ്ലീറ്റ്നെസ് ആണ്, പരിപൂർണരാക്കപ്പെട്ടു. പക്ഷെ ഇപ്പൊ ആ പരിപൂർണത അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഗോഡ് ഈസ് കോളിംഗ് യു ടു ഗോ ഡീപ് ഡൈവ് ഇൻ ടു ദ ഡെത്ത് ഓഫ് ഹിംസെൽഫ് ഓൺ ദ ക്രോസ്, ഡെത്ത് ഓഫ് ഗോഡ് സൺ ഓൺ ദ ക്രോസ്. കുരിശിലെ പരിഹാര ബലിയുടെ ആഴങ്ങളിലേക്ക് കടന്നു പോകുക. സിമ്പിളായിട്ട് ഇന്ന് മുതൽ ധ്യാനിക്കണം. യേശുവെ, എനിക്ക് മനസ്സിലാക്കണം, അങ്ങയുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും തകർക്കപ്പെട്ടപ്പോൾ അങ്ങ് അനുഭവിച്ച വേദന, അല്ലെങ്കിൽ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നങ്ങളെ കർത്താവിന്റെ കുരിശിലെ ബലിയിലോട്ടൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സബ്മിറ്റ് ഇറ്റ്. ഇന്ന് കടന്നു പോകുന്ന തടസ്സങ്ങളെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ഹെവിനെസ്, ആ ഒരു എന്തോ ഒരു ബ്ലോക്ക് തടസ്സം നിൽക്കുന്ന ആ കാര്യത്തെ ഈശോയുടെ ആ തകർക്കപ്പെട്ട ശരീരത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് ലേഖനം എഴുതുന്ന സമയത്ത് ഹല്ലേലൂയ, യേശുവേ ആരാധന, അതിന്റെ 11-ാം അധ്യായത്തിൽ 23 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണും. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. യേശു എന്താ പറഞ്ഞേ? ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം പോലെയാണെന്നല്ല പറഞ്ഞേ, ദിസ് ഈസ് മൈ ബോഡി, നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യും. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇതെന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ഇത് എന്റെ രക്തത്തിലുള്ള ബ്ലഡ് കവനന്റ്. പുതിയ ഉടമ്പടി എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഉടമ്പടി എടുക്കും. ഈ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ കേൾക്കാറുണ്ടല്ലോ. അപ്പൊ ചില ആൾക്കാരൊക്കെ പറയും, ഞങ്ങൾ ഈ ഉടമ്പടി എന്നുള്ള വേർഡ് തന്നെ ഈ അടുത്തിടയ്ക്ക് എന്താണ് ഉടമ്പടി എന്നുള്ളൊരു ബിബ്ലിക്കൽ ടേമാണ്, ബൈബിളിലെ ടേമാണ്. ബ്ലഡ് കവനന്റ്, രക്തത്തിൽ ഉള്ള കവനന്റ്. ആ കവനന്റിനകത്താണ് ദൈവം നിന്നെ ഇന്ന് അതിന്റെ ഭാഗവാക്കാക്കുവാണ്. യേശു ക്രിസ്തുവിലൂടെ ഭാഗവാക്കാക്കിയിരിക്കുകയാണ്. രക്തത്തിലൂടെയുള്ള ബ്ലഡ് കവനന്റ്, അതിന്റെ ഡെപ്ത്നെസ് ഒന്ന് ചിന്തിക്കണം. നമ്മൾ ഓടിപ്പോകരുത് ബ്ലഡ് കവനന്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ. ബ്ലഡ് കവനന്റ്, സാത്താൻ ഏറ്റവും ഭയപ്പെടുന്ന ഏരിയ ഇതാണ്, വേറെ ഒന്നുമല്ല. ദ റിയൽ ഡെലിവറൻസ് എന്നുള്ളത് ഈ സത്യം ഒരു മനുഷ്യൻ തിരിച്ചറിയുമ്പോഴാണ്. ഐ ആം ഇൻ ദ ബ്ലഡ് കവനന്റ്.
യേശു ക്രിസ്തുവുമായി ഞാൻ രക്ത ഉടമ്പടിയിലാണ്. പിതാവാം ദൈവവുമായി ഞാൻ രക്ത ഉടമ്പടിയിലാണ്. ഇതെന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിന്റെ മരണം, അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം മരിച്ചു. ദാറ്റ് ഈസ് എ ഗ്രേറ്റസ്റ്റ് തിങ് ഇൻ ദ പ്ലാനറ്റ്. ആ കർത്താവ് ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ പല തലങ്ങൾ, തുറക്കപ്പെടേണ്ട തലങ്ങൾ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ട തലങ്ങൾ നമ്മൾ കൂടുതൽ 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 മനസ്സിലാക്കും തോറും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മുടെ ആത്മാവ് നിറയപ്പെടുകയാണ്. അപ്പൊ ഇന്ന് ഈശോ വിളിക്കുകയാണ്, അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ തിരിച്ചറിയണം, അതിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ഇവിടെ ശരീരമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ പലപ്പോഴും ഒരു കേൾക്കുന്ന നമ്മുടെ ശരീരത്തെക്കുറിച്ചല്ല. ഇറ്റ്സ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരം. കർത്താവിന്റെ ശരീരത്തെ നമ്മൾ വിവേചിക്കണം. പൗലോസ്ലീഹ ഇത് പറയാൻ കാരണം ഇത് 23 മുതലുള്ള വാക്യങ്ങളാണ്. 17ാമത്തെ വാക്യത്തിൽ അതിന്റെ ഹെഡിങ് അത്താഴ വിരുന്നിൽ ഭിന്നിപ്പ് എന്നൊരു കാര്യമാണ്. അതായത് അന്ന് പൈസ ഉള്ള ആൾക്കാർ പള്ളിയിൽ ഗ്രൂപ്പായിട്ടിരുന്ന് ഒരു കുർബാന, ഒരു പ്രാർത്ഥന, ബാക്കിയുള്ളവർ മാറി നിൽക്കുന്നു. പുതുതായിട്ട് വന്നവരെയും പൈസ കുറവുള്ളവരെയൊക്കെ മാറ്റി നിർത്തുന്നു. അപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിൽ അവിടെ പൈസ ഉള്ളവരെന്നോ പുതുതായിട്ട് വന്നവരെന്നോ നമ്മുടെ ജൂതനെന്നോ അല്ലെങ്കിൽ ഗ്രീക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വന്നവനെന്നോ ഇങ്ങനത്തെ വ്യത്യസ്തതകളൊന്നും നിങ്ങൾ കൊണ്ടുവരരുതേ. നമ്മളിവിടെ നിൽക്കുന്നത് കർത്താവിൻ്റെ കുരിശിലെ പരിഹാര ബലിയുടെ യോഗ്യത ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ ശരീരം, നിങ്ങൾ ഈ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ ശരീരത്തെ നിങ്ങൾ മനസ്സിലാക്കണം. നോ ദാറ്റ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈസ് നോട്ട് കർത്താവിൻ്റെ കാലിനൊരു പേര്, കൈക്കൊരു പേര്, അങ്ങനെ മുറിക്കരുത് നിങ്ങൾ. ദിസ് ഈസ് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇത് കർത്താവിൻ്റെ ശരീരമാണ്. നിങ്ങൾ ഒരിക്കലും ഇതിനെ പല ഇതായിട്ട്, സത്യം പറഞ്ഞ ഈ രൂപതകൾ തമ്മിലുള്ള ഈ തർക്കങ്ങളും അടികളും ഒക്കെ ഇത് എന്ത് വേദനയാണ് യേശുവിന് ഇപ്പോഴും സമ്മാനിക്കുന്നത് അറിയാം. ഹിസ് ബോഡി ഈസ് അണ്ടർ പെയിൻ. കർത്താവിൻ്റെ ശരീരത്തിന് ആ വേദന. പണ്ട് ജൂതന്മാര് കർത്താവിനെ ക്രൂശിച്ചു അല്ലേ, റോമ പടയാളികളോട് ചേർന്ന്, റോമൻ ഗവൺമെന്റിനോട് ചേർന്ന്. അതിനുശേഷം അവർക്ക് സമാധാനം ഉണ്ടായിട്ടില്ല. ഇന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. 2000 വർഷമായി. ലോകം മുഴുവൻ ചതറിക്കപ്പെട്ട് തിരിച്ചു വന്നു ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവർ. പൗലോസ്ലീഹ അതുകൊണ്ട് സഭയോട് പറയുവാണ്, ഇതൊന്നും കേരളത്തിൽ ഇപ്പം ആരും പറയുന്നില്ല. നിങ്ങൾ കേൾക്കാറുണ്ടോ? ഇങ്ങനൊരു വചനം ഉണ്ടോന്ന് പോലും ബൈബിളിൽ ഇതെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. നാം നമ്മെ തന്നെ. ഇത് പൗലോസിലേക്ക് ഇന്ന് ഈ ഭൂമിയിൽ വന്ന് പറയാനുണ്ടെങ്കിൽ ഏറ്റവും വലിയ മെസ്സേജ് ഇതാ: കം ടു ദ ക്രോസ്. നമ്മുടെ എല്ലാ ഈഗോകളും തകർക്കപ്പെടട്ടെ കുരിശിന്റെ മെസ്സേജിലൂടെ. വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥലത്ത് വിട്ടുവീഴ്ച ചെയ്യണമെന്നേ. കാരണം ഇത് ഞാൻ നീതീകരിക്കപ്പെട്ടത് എന്റെ യോഗ്യതയോ എന്റെ പാരമ്പര്യത്തിലെ ബലം കൊണ്ടോ എന്റെ ആൻസിസ്ട്രൽ സംഭവം ഒന്നുമല്ല. യേശുവിന്റെ കുരിശിലെ പരിഹാര ബലി ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ ഒരു റെവലേഷൻ യേശു കർത്താവ് നൽകി കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ ഇവിടെ ഒരു വചനത്തിന് നമുക്ക് ഒരിക്കലും തർക്കിക്കാൻ പോലുള്ള ഒരു ഇതില്ല. ഒരു വ്യക്തിയായിട്ടോ ഒരു ചർച്ചുമായിട്ടോ ഒന്നും. മാക്സിമം വി ഷുഡ് സ്റ്റാൻഡ് ഫോർ ദ ക്രിസ്ത്യൻ യൂണിറ്റി. കാരണം നമ്മൾ നിൽക്കുന്നത് ദൈവത്തിന്റെ മഹാകരുണയാലും ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിലും അതിലൂടെയുള്ള നീതീകരണത്തിലാണ്. ഒന്ന് ഓർത്തു, നമുക്കൊക്കെ ഒരു തല്ല് കിട്ടിയത് നമുക്ക് അറിയാം അതിന്റെ വിഷമം. മനുഷ്യന് ഒരാൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ
തിരിച്ച് അയാൾക്ക് എതിരെ പറയണം എന്നുള്ള ടെൻഡൻസി മനുഷ്യന് നിൽക്കുന്നത്. ശരീരം വലിച്ചഴച്ചുകൊണ്ട് പോയി, ബോഡി മുഴുവൻ ഡിസ്ലൊക്കേറ്റഡ് ആയി, അസ്ഥികൾ മുഴുവനും അടിച്ചു തകർക്കപ്പെട്ടു. 40ഓളം ചാട്ടവാറുകൾ കൊണ്ട്, അതും ആണി കൊണ്ടുള്ള ഉണ്ടാക്കിയ ചാട്ടവാറുകൾ കൊണ്ടുള്ള അടി, അതിദാരുണമായ പീഡാസഹനം. ഇതിനകത്ത് മുഴുവനും യേശുവിന് നിന്നോടുള്ള സ്നേഹവും നിന്റെ ശാപങ്ങളും പാപങ്ങളും ബന്ധനങ്ങളും ആ ബ്രേക്ക് ത്രൂസിന് വേണ്ട വില മുഴുവനും കർത്താവ് നിനക്ക് കൊടുത്ത് നിന്നെ സൗജന്യമായി നീതീകരിച്ച് നിർത്തിയേക്കുവാണ്. സൗജന്യമായി നീതീകരിച്ച് നിർത്തി കർത്താവ് തന്റെ സ്വന്തം ശരീരത്തിൽ നിന്നെ അനുരഞ്ജിപ്പിച്ചു വെച്ചു. ഇത്രയും കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്തു. ഇനി അതിന്റെ ആഴങ്ങളിലേക്ക്, അതിന്റെ ആഴം, അതായത് കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ഈ മെസ്സേജ് മാത്രമാണ്, അല്ലെങ്കിൽ യേശു കുരിശിൽ ചെയ്തു കഴിഞ്ഞാൽ പ്രവൃത്തിക്കുള്ളിലേക്ക് ഒരു ആത്മാവ് പ്രവേശിച്ച് സഭ, യേശുവിന്റെ ശരീരം പ്രവേശിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ സമാധാനം കേരള സഭയ്ക്കും ലോകത്തിൽ മുഴുവനും, എല്ലാ കേരളത്തിലുള്ള സഭയെന്ന് ഞാൻ പറഞ്ഞ ആ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇൻ ദാറ്റ് ലൊക്കേഷൻ, ദ ഹോൾ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരത്തിൽ ആ സമാധാനം, ആ ഐക്യത കടന്നു വരുന്നത്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന ദിവസം പ്രത്യേകമായിട്ട് എല്ലാ തടസ്സങ്ങളും വിശ്വസിച്ച് ഈശോയുടെ ഏകബലി സമർപ്പണത്തിലൂടെ അവിടുന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ ബന്ധനങ്ങളും, എല്ലാ അസ്വസ്ഥതകളും, എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ ഏകബലി സമർപ്പണത്തിൽ അത് നീക്കം ചെയ്യപ്പെട്ടതാണ്, ബ്രേക്ക് ആയതാണ്. എല്ലാ ആഭിചാര, മന്ത്രവാദ, കൂടോത്ര ശക്തികൾ കുരിശിലെ പരിഹാര ബലിയിൽ അവൻ അതിന്റെ മേൽ വിജയം നേടിയതാണ്. ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുമ്പോഴും അവൻ കാത്തിരിക്കുന്നു. Now God wants us who believers to bring those principalities to his feet. കൊണ്ടുവന്നേ ഈ ദിവസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകളെ, ആ ഒരു പൈശാചിക ആധിപത്യങ്ങളെ, ആ ഒരു ഈവിൾ ഡൊമീനിയനെ ഈശോയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത്. കാരണം ഈശോ കുരിശിൽ ചിന്തിയ രക്തത്തിലൂടെ ഈ ദുഷ്ടശക്തികൾ, ദുഷ്ടാരൂപികൾ ക്രൂശിൽ ഡിഫീറ്റ് ചെയ്യപ്പെട്ടതാണ്, തകർക്കപ്പെട്ടതാണ്. അവയുടെ മേൽ കർത്താവിനാണ് ആധിപത്യം. ആ ആധിപത്യത്തെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നിമിഷം എല്ലാ ആധിപത്യങ്ങളും മുട്ടുമടക്കട്ടെ, എല്ലാ ആധിപത്യങ്ങളും മുട്ടുമടക്കട്ടെ. കുരിശിൽ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കിയ യേശുവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. എല്ലാ അഹങ്കാര, പ്രൈഡ് ആധിപത്യങ്ങൾ മുട്ടുമടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കാറ്റിനെയും കടലിനെ ശാന്തമാക്കിയ യേശുവിന്റെ അഭിഷേകം ഈ നിമിഷം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്ന. കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാവുക, ഉയർന്നു വരുന്ന എല്ലാ തിരമാലകളും ശാന്തമാകട്ടെ. ദുഷ്ടാരൂപി കൊണ്ടുവരുന്ന എല്ലാ പ്രതിസന്ധികളും, പ്രശ്നങ്ങളും, പണികളും യേശുവിന്റെ നാമത്തിൽ ഛിന്നഭിന്നമാകട്ടെ. നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. കർത്താവേ, യെശയ്യാ 54:17 വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കും. ഇന്ന് കേട്ട മെസ്സേജ് ടേക്ക് ഇറ്റ് ഇൻ ടു യുവർ സ്പിരിറ്റ്. ആത്മാവിലേക്ക് ഇതിനെ റിസീവ് ചെയ്യുക. ദർ ഇസ് നോ അതർ ഹോപ്പ്. ഈശോയാണ് നമ്മുടെ പ്രത്യാശ, നമ്മുടെ പ്രതീക്ഷ. കീപ്പ് us ഓൾസോ ഇൻ പ്രേയേഴ്സ്. ഇന്ന് ഒരു റോഡ് ട്രിപ്പ്, കുറെ കാര്യങ്ങളുണ്ട്, അതിനകത്താണ്. പക്ഷെ ഇടയ്ക്ക് ഈ ഒരു മെസ്സേജ് പങ്കുവയ്ക്കാൻ ഈശോ അതിശക്തമായൊരു പ്രേരണ തന്നു. ഇറ്റ് കുഡ് ബി ഫോർ വൺ പേഴ്സൺ. അത് നിങ്ങളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലസ് യു. കീപ്പ് us ഓൾസോ ഇൻ പ്രേയേഴ്സ്.